ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ. കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ മകൾ. ഇരുവരും താമസിക്കുന്ന വീട്ടിൽ ഒട്ടും സെൻസ് മേക്കിംഗ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു. വീടിന്റെ 2 ഭിത്തികൾ തമ്മിലുള്ള ദൂരം അകത്തു നടന്നപ്പോൾ 26 ഫീറ്റ് ആണെങ്കിൽ ഇതേ ഭിത്തികൾ തമ്മിലുള്ള അകലം വീടിന് പുറത്തു വന്ന് നടന്നു നോക്കിയപ്പോൾ 21 ഫീറ്റ് മാത്രമേ ഉള്ളൂ. 2 ഭിത്തികൾ തമ്മിലുള്ള ദൂരം അത് അകത്തു നടന്നാലും പുറത്തു നടന്നാലും ഒരേപോലെ ഉണ്ടാവണ്ടേ? എന്നാൽ ഇവിടെ ഇവർ താമസിക്കുന്ന വീട്ടിൽ 5 ഫീറ്റിന്റെ വ്യത്യാസമുണ്ട്. ഹൗ ആൻഡ് വൈ? എങ്ങനെ? എന്തുകൊണ്ട്? കഥ വിശദമായി കേട്ട് എല്ലാം മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഫോട്ടോസിൽ കാണുന്നതാണ് നമ്മുടെ കഥാനായകൻ, അദ്ദേഹത്തിന്റെ വൈഫ്, അവരുടെ മകൾ എല്ലാം. രാത്രി സമയം മൂവരും കിടന്നുറങ്ങുവാണ്. ഇവർ 3 ആളുമല്ലാതെ 4ാമതൊരാൾ ഈ വീട്ടിലുണ്ട്. മറ്റൊരാളുടെ നിഴല് കാണാൻ പറ്റുന്നില്ലേ? സെയിം ടൈം ഉറങ്ങിക്കൊണ്ടിരുന്ന എല്ലാം എന്തുകൊണ്ടോ പെട്ടെന്ന് എഴുന്നേറ്റു. കൊച്ചു നോക്കുമ്പോൾ അവളുടെ റൂമിന്റെ ഡോർ അടച്ചിട്ടില്ല. പേടിയോടെ ഓടിച്ചെന്ന് ഡോർ അടച്ച് തിരിച്ച് ബെഡിൽ വന്ന് കിടക്കാൻ തുടങ്ങിയപ്പോൾ എല്ലയ്ക്കിപ്പോൾ സംസാരിക്കാൻ അനുമതിയില്ല, ശ്വസിക്കാൻ പോലും അനുമതിയില്ല. ശവിക്കപ്പെടണമെങ്കിൽ പാപം ചെയ്യാതിരിക്കണം. മനസ്സിലായോ? ഇയാളിത് എന്തോന്ന് പറയുന്നതെന്നറിയാതെ എല്ലാവരും മാതിരി സംസാരിക്കാനോ ശ്വസിക്കാനോ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഓക്കെ ഇനി മോള് സംസാരിച്ചു. ആരെ നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ പേരറിയാം? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ല എന്നും പറഞ്ഞ് കൊച്ചിന്റെ താടിക്കും കഴുത്തിനോട് ചേർത്ത് ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറയട്ടെ. ഇത്ര മാത്രം ചോദിച്ചു. തൊട്ടടുത്ത സീനി പുള്ളി അപ്രത്യക്ഷമായി പോയി. ഇയാൾ ആര്, എന്തിനാണ് പാതിരാത്രി വന്ന് കൊച്ചിനെ പേടിപ്പിച്ചത് ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ എല്ലാം ഒരു സ്വപ്നം കണ്ടതാണോ? സ്വപ്നം കണ്ടതായിരിക്കില്ലല്ലേ? ഇതെല്ലാം എല്ലയുടെ അച്ഛനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇങ്ങനെ ലാസ്റ്റ് പറഞ്ഞത്. തൊട്ടടുത്ത സീനിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന ഇവളുടെ അച്ഛനെ കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് തിയോ കോൺറോയ്. പുള്ളി എഴുന്നേറ്റ് ചെന്ന് എല്ലയുടെ റൂം തുറന്നു നോക്കുമ്പോൾ കൊച്ചവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാണ്. നേരെ ചെന്ന് എന്തൊക്കെയോ പിൽസ് എടുത്ത് കഴിച്ചിട്ട് പണ്ടാര സ്വപ്നങ്ങൾ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നും പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങുന്നു. വിച്ച് മീൻസ് തൊട്ടു മുമ്പ് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. ശേഷം അടുത്ത ദിവസം വളരെ ഹാപ്പിയായിട്ട് അവരുടെ ലൈഫ് ലീഡ് ചെയ്തു പോകുന്ന നമ്മുടെ തിയോയെയും അദ്ദേഹത്തിന്റെ ഭാര്യ സൂസനെയും അവരുടെ മകൾ എല്ലയും ഒക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സൂസന്ന ഹോളിവുഡിൽ അത്യാവശ്യം തിരക്കുള്ള ഒരു ആക്ട്രസ് ആണ്. തിയോയുടെ 2ാം ഭാര്യയാണ് സൂസനെ ഇങ്ങനെ ഒരു വിവാഹം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം രഹസ്യമാക്കി വെച്ചേക്കുവാണെന്ന് പറയേണ്ടി വരും. കാരണം അന്നേ ദിവസം സൂസനെ വർക്ക് ചെയ്യുന്ന ആ ഒരു സെറ്റിലേക്ക് നമ്മുടെ തിയോയും ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ആളുകൾ ഇദ്ദേഹത്തെ കടത്തിവിടാൻ തയ്യാറാവുന്നില്ല. ഈ പുള്ളിക്കാരൻ പറയുന്നത് സൂസനയുടെ ഹസ്ബൻഡ് ആണെന്നാണ്. എന്നാൽ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ഉണ്ടെന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയത്തില്ല. ഞാൻ അവളുടെ ഹസ്ബൻഡാടാ. എങ്ങനെ? മാഡത്തിന്റെ അച്ഛനാണെന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കടത്തിവിട്ടേനും, ഹസ്ബൻഡ് ആണെന്ന് പോലും ഇത്രയും പ്രായമുള്ള നിങ്ങളാ എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടത്തിവിടാൻ തയ്യാറാവുന്നില്ല. സൂസനയുടെ അസിസ്റ്റന്റുമാരെ വരെ അകത്തോട്ട് വിടുന്നുണ്ട്. ബട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണ്. പുള്ളി ആകെ ഒരുമാതിരി പണ്ടാറടങ്ങി നിൽക്കുവാണ്. അതിന്റെ കൂടെ അവിടെ ഷൂട്ട് ചെയ്യുന്ന സീൻ ഏതോ ബെഡ്റൂം സീനാണ്. ലൊക്കേഷൻ ഈ ടൈപ്പ് ഓഫ് ശബ്ദങ്ങളൊക്കെയാണ് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നത്. അന്നേ ദിവസം ഏതാണ്ട് ഷൂട്ട് കഴിയുന്നവരെ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നുണ്ട്. ദെൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് സൂസന വന്നു. പുള്ളിക്കാരി അവിടെ ആക്ട് ചെയ്ത സീനിനെ പറ്റി വർണ്ണിച്ച് പറയുന്നുണ്ട്. ഏത് ഹസ്ബൻഡാണ് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുക? തൽക്കാലം ആക്ടിംഗ് ആണെന്ന് കയറി സമാധാനിക്കാം, അത്ര തന്നെ. ഇതിനെല്ലാം ശേഷം ഇവരൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സൂസന ഇനിയിപ്പോൾ കുറച്ചാഴ്ചത്തേക്ക് ഫുൾ ഫ്രീ ആണ്. പുള്ളിക്കാരിക്ക് ഷൂട്ടൊന്നുമില്ല. തിയോ ആണെങ്കിലും കുറേ ആയിട്ട് ഒരു വെക്കേഷൻ പോകണം, ഇതിനൊക്കെ ഓഫ് എടുക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. സോ അങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ ഇവർക്ക് കുടുംബമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു വീട് ഇവർ തിരഞ്ഞു. അങ്ങനെ സ്റ്റെറ്റ്ലർ എന്നൊരാൾ റെന്റിന് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീട് കണ്ടെത്തി അത് ബുക്ക് ചെയ്തു. അത് വളരെ ശാന്തമായൊരു സ്ഥലമാണ്. ഒട്ടും തിരക്കൊന്നുമില്ല. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. അവിടെ വളരെ മനോഹരമായൊരു വീടും. കുറച്ച് നാളത്തേക്ക് എല്ലാ തരത്തിലുള്ള തിരക്കിൽ നിന്നും ഒഴിവായി വളരെ ഹാപ്പിയായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം. കൊള്ളാലോ, ഇത് ഫോട്ടോയിൽ കണ്ടതിനേക്കാളും നല്ല അടിപൊളി സ്ഥലവും വീടും ഒക്കെയാണല്ലോ. അതേന്നേ, ഇവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളി സ്ഥലം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീട്, അത് നല്ല വൃത്തി വെടിപ്പൊക്കെ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. മൊബൈലിന് സിഗ്നൽ കിട്ടാനില്ല, റേഞ്ച് കുറവാണ്. ചേടാ ഇവിടെ സിഗ്നൽ കിട്ടുന്നല്ലോ എന്നും പറഞ്ഞ സൂസന്റെ സിഗ്നൽ നോക്കി അങ്ങനെ നടന്നു പോകുമ്പോൾ വെയിറ്റ്, നീ ആ ശബ്ദം കേട്ടോ? ശബ്ദം? എന്ത് ശബ്ദം? അല്ല, ഒരു സൗണ്ട് കേട്ട പോലെ. നീ ഒന്നും കേട്ടില്ല എന്നിങ്ങനെ തിയോ പിന്നെയും എടുത്ത് ചോദിക്കുന്നുണ്ട്. ബട്ട് സൂസനെ ഒന്നും കേട്ടില്ല. ഒരു പക്ഷേ തിയോയ്ക്ക് തോന്നിയതായിരിക്കാം. ദെൻ അന്ന് രാത്രി ഇവരുടെ മകൾ എല്ലാ ലൈറ്റിന് മുന്നിൽ ഇങ്ങനെ കൈവച്ച് ബെഡ്റൂമിലിരുന്ന് ഇങ്ങനെ ഷാഡോ ഉണ്ടാക്കി ഓരോന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ അടുത്തായിട്ട് മറ്റൊരാളുടെ ഷാഡോ കാണാൻ പറ്റുവാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെയും ആരെയും കാണാനില്ല. കൊച്ചു അവിടെ ഒരാളുടെ നിഴൽ കണ്ടു, അത് നമ്മൾ കണ്ടു. ബട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെയും ആരെയും കാണാനില്ല. പിന്നെ ആ നിഴൽ എവിടുന്ന് വന്നു? ഉടൻ അവളുടെ ബെഡ്റൂമിലേക്ക് കയറി വരുന്ന തിയോ, നീ ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണോ? ഉറങ്ങാൻ സമയമായില്ലേ? അച്ഛാ, ഞാൻ എങ്ങനെ ഉറങ്ങും? ഇവിടെ വേറൊരാളുടെ ഷാഡോ ഞാൻ കണ്ടു. കളിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു, തമാശയൊക്കെ ഇനി നാളെ പറയാം, കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് എല്ലാം പിടിച്ച് കിടത്തി പുതപ്പ് പുതപ്പിച്ച് ലൈറ്റ് മൂവ് ചെയ്ത് അദ്ദേഹം മാറിപ്പോയി. തൊട്ടടുത്ത സീനിൽ തന്നെ ആരോ ഒരാൾ അതുവഴി ഇങ്ങനെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം പറഞ്ഞു തിയോ വിശ്വസിച്ചില്ല. എന്നാലും കൊച്ചു പറഞ്ഞു സത്യമാണ്, ഈ മുറിയിൽ മറ്റൊരാളുണ്ട്. ഇവരെ പോലെ ഒരു ഹ്യൂമൻ ആണോ അമാനുഷിക ശക്തികൾ എന്തെങ്കിലും ആണോ അതറിയില്ല. ശേഷം തിയോ വീട്ടിൽ കത്തിക്കിടക്കുന്ന ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യുവാണ്. ഒരുപാട് ലൈറ്റ്സ് അവിടെ ഇവിടെയായിട്ട് കത്തിക്കിടക്കുന്നുണ്ട്. അതിൽ ചിലതൊന്നും ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ആ റൂമിലുള്ള എല്ലാ സ്വിച്ച് ഓഫ് ചെയ്താലും ചില ബൾബൊക്കെ അങ്ങനെ തന്നെ കത്തി നിൽക്കുക. ഓരോ റൂമിൽ കയറി അവിടെയുള്ള ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യുമ്പോൾ അടുത്ത റൂമിൽ ലൈറ്റ് കത്തി കിടക്കുന്നത് കാണുന്നു. അവിടെ ചെല്ലുന്നു, അത് ഓഫ് ചെയ്യുന്നു. നോക്കുമ്പോൾ തൊട്ടടുത്ത റൂമിൽ വീണ്ടും ലൈറ്റ് കിടക്കുന്നത് കാണാം. എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്ത് അങ്ങനെ കയറി ചെല്ലുമ്പോൾ കിച്ചൺ സ്പേസിൽ അവിടെ സിങ്കിന്റെ അവിടെ ആയിട്ട് ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് ആ ഫോട്ടോ. കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോട്ടോ. ഇതെന്താ സംഭവം? ഈ വീട് തന്നെയാണോ ഇത്? ഒന്നും അറിയില്ല. എന്തൊക്കെയാണെങ്കിലും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പുള്ളിക്കാരൻ തിരിച്ച് അവരുടെ റൂമിൽ ചെന്നപ്പോഴേക്കും സൂസന്നെ ഉറങ്ങിയിരുന്നു. കമോൺ ബേബ്, ഇന്ന് നമുക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ് എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് അവളെ വിളിച്ച് എഴുന്നേപ്പിച്ചപ്പോൾ അവളെന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുന്ന പോലെയാണ് എഴുന്നേറ്റ് വന്നത്. ശരിക്കും അവളെന്തോ ഭയങ്കര മോശമായിട്ടുള്ള സ്വപ്നം കാണുമായിരുന്നു എന്നും പറയുന്നുണ്ട്. ദെൻ തിയോയും കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് പുള്ളിക്കാരന് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള വിഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബാത്ത് ടബ്, അതിലിങ്ങനെ വെള്ളം നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ആരുടെയോ മുടിയും കൈയും
കാലും പിന്നെ ഒരു മനുഷ്യൻ, അങ്ങനെ കംപ്ലീറ്റഡ് അല്ലാത്ത എന്തൊക്കെയോ കുറച്ച് വിഷൻസ്. ഇദ്ദേഹം എഴുതിയതിന് മുമ്പേ തന്നെ സൂസനെയും എല്ലാം കൂടെ ഈ പ്രദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ചുറ്റുപാടൊക്കെ ഒന്ന് പരിചയമാവാനും വേണ്ടി രാവിലെ തന്നെ ഒരു വോക്കിന് പോയിരുന്നു. രാവിലെ എഴുന്നേറ്റ് വരുന്ന തിയോ ആവട്ടെ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റിനെ പറ്റി വിശദമായ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരുപാട് നാളായി സ്ഥിരമായി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നല്ല ശീലമല്ലേ? പുള്ളിക്കാരൻ ഇപ്പോൾ കുറച്ച് ടയേർഡാണ്, കൺഫ്യൂസ്ഡ് ആണെന്നൊക്കെയാണ് എഴുതി വെക്കുന്നത്. ഒരു വെക്കേഷന് വന്നിട്ടും പുള്ളി ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണോ? എല്ലാ ടെൻഷനും ഒഴിവാക്കി കുറച്ച് നാൾ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ വന്നത്. ഇപ്പോഴും പുള്ളിക്കാരൻ്റെ ആ ഒരു ടയർഡ്നെസ് ഒന്നും അങ്ങനെ വിട്ടു പോയിട്ടില്ല. പിന്നെ കൺഫ്യൂസ് ആവാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇന്നലെ രാത്രി സിങ്കിന്റെ അടുത്ത് കണ്ട ആ ഒരു ഫോട്ടോ ആണെങ്കിലും പിന്നെ വീട്ടിൽ അവിടെ ഇവിടെ എല്ലാ റൂമിലോട്ട് ഇങ്ങനെ കത്തിക്കിടന്ന ലൈറ്റ്സ് ആണെങ്കിലും ഇതൊക്കെ ആര് ഓൺ ചെയ്തെന്നോ ആ ഫോട്ടോ ആരുടേതാണെന്നോ ഒന്നും അറിയത്തില്ല. സൂസനയുടെ കൂടെ നടക്കാൻ പോയി എല്ലാം അവിടെയുള്ള ഒരു മരത്തിൽ വലിഞ്ഞു കയറുന്നുണ്ട്. ഒരുപാട് ഹൈറ്റിലേക്ക് പോയില്ലെന്ന് സൂസന പറഞ്ഞെങ്കിലും കൊച്ചൊന്നും കേൾക്കാതെ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുക. കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇവളുടെ അച്ഛനെ ആളുകളൊക്കെ വെറുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ തിയോയെ ആളുകൾക്കൊന്നും അത്ര ഇഷ്ടമല്ലെന്നാണ് കൊച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ എല്ലാം മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. കാല് തന്നെ താഴേക്ക് വീഴുന്നുണ്ട്. കൃത്യസമയം സൂസനെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൊച്ചിനെ പിടിച്ചു. ദെൻ എല്ലയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നു. സൂസനെ തിയോ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് കാരോളിൻ. കാരോളിൻ മുങ്ങി മരിച്ചതാണ്, അതും ബാത്ത് മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? വെള്ളം നിറയുമ്പോൾ ജസ്റ്റ് എഴുന്നേറ്റിരുന്നാൽ പോലെ, കടലൊന്നും അല്ലോ അത്. ഇതേ ചോദ്യം എല്ലാം ചോദിക്കുന്നുണ്ട്. അതിന് സൂസന പറയുന്ന മറുപടി അന്ന് കാരോളിൻ ഒരുപാട് മെഡിസിൻ എടുത്തിരുന്നതാണ്. മെഡിസിന്റെ എഫക്റ്റിൽ കാരോളിൻ ഉറക്കത്തിലേക്ക് വീണുപോയി. ബാത്ത് മുങ്ങിപ്പോയി. വെള്ളം അത്രയും നിറഞ്ഞിട്ടും പുള്ളിക്കാരിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. മെഡിസിന്റെ എഫക്റ്റ് കാരണം കയ്യും കാലും ഒന്നും ചലിപ്പിക്കാനും സാധിച്ചില്ല, ഒന്ന് ബഹളം വെക്കാൻ പോലും സാധിച്ചില്ല. അങ്ങനെ വെള്ളത്തിൽ മുങ്ങി ബാത്ത് വീണ് മരണപ്പെടുമായിരുന്നു. തിയോ തിരിച്ചു വന്നപ്പോഴേക്കും കാരോളിൻ മരണപ്പെട്ടിരുന്നു. കാരോളിൻ ഇങ്ങനെ മരണപ്പെട്ടതാണെങ്കിലും പൊതുജനങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒന്നും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പലരും ഇന്നും കരുതുന്നത് ബാത്ത് വീണ് ഇങ്ങനെ മരണപ്പെടാൻ സാധ്യതയൊന്നുമില്ല, നമ്മുടെ തിയോ കാരോളിനെ കൊന്നതാണ് എന്നൊക്കെയാണ്. സ്വാഭാവികമാണ്, പരദൂഷണ ടീംസ് എല്ലായിടത്തും ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധ്യത പറയും, പിന്നെ അതാണ് സത്യമെന്ന് വിശ്വസിച്ച് അതിന്റെ പുറകെ പോകും. അന്ന് ആ ഒരു ഇൻസിഡന്റിന് ശേഷം തിയോയുടെ ലൈഫ് അത്ര നന്നായിരുന്നില്ല. പുള്ളിക്കാരൻ ഒരുപാട് ടെൻഷനിലൂടെയും കൺഫ്യൂഷനിലൂടെയും ഒക്കെയാണ് കടന്നു പോകുന്നത്. ചുറ്റുമുള്ള എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇപ്പോഴും ആൾക്ക് അതിൽ നിന്ന് പ്രോപ്പറായി റിക്കവർ ആവാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഇവരെല്ലാം ഹാപ്പി ആക്കി വെക്കാൻ ആൾ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സെയിം ടൈം തിയോടെ ഈ ടെൻഷൻസ് ഒക്കെ കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഒരു ഡയറിയിൽ ഇങ്ങനെ കുത്തിക്കുറിച്ച് വെച്ചിട്ട് ദെൻ വണ്ടി എടുത്ത് നേരെ അടുത്തുള്ള ടൗണിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് നാൾ ഇനി ഇവരിവിടെ ആണല്ലോ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ. ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി. അവിടുത്തെ ഷോപ്പ് കീപ്പർ ഇദ്ദേഹത്തോട്, നിങ്ങൾ ആ സ്റ്റെറ്ററിന്റെ വീട്ടിലല്ലേ താമസിക്കുന്നേ, ഇതുവരെ എങ്ങനെയുണ്ട്, എന്തെങ്കിലും കുഴപ്പം പറ്റിയായിരുന്നോ? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ആക്ച്വലി ആ വീട് പണിതിട്ട് എത്ര നാളായി കാണും? അത് ഏതാണ്ട് ഒരു 4 വർഷമായി കാണും. അതിന് മുമ്പ് അവിടെ എന്തായിരുന്നു? അതിനു മുമ്പ് വേറെ വീട്. ഓ ഓക്കെ. ഈ ഷോപ്പ് കീപ്പറുടെ സംസാരം കേട്ടിട്ട് പുള്ളിക്കാരൻ എന്തൊക്കെയോ അറിയാം ആ വീടിനെ പറ്റി, എന്നാൽ ഒന്നും കൂടെ തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. തിയോ വാങ്ങിയ സാധനങ്ങളുടെ പൈസ കൊടുത്തപ്പോൾ ഷോപ്പ് കീപ്പർ ബാലൻസ് കൊടുത്തില്ല, ചേഞ്ച് കൊടുത്തില്ല. പകരം ക്രെഡിറ്റ് ആയിട്ട് വെച്ചേക്കാം, അടുത്ത തവണ സാധനം വാങ്ങാൻ വരുമ്പോൾ കുറച്ച് തരാം എന്ന് പറഞ്ഞു. കൂടാതെ ഒരു സെറ്റ് സ്ക്വയറും കൊടുത്തു. ഇതിലെ റൈറ്റ് ആംഗിൾസ് ചെക്ക് ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞു. തിയോ ഒരുമാതിരി, എന്തിനാണ് എനിക്കിത്, ഇതുകൊണ്ട് എന്താ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഒരു സെറ്റ് സ്ക്വയർ അല്ലേ, ഇരിക്കട്ടെ എന്നുള്ള മട്ടിൽ അതും വാങ്ങി അവിടെ നിന്ന് തിരികെ പോകുന്നു. കടയിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കാറിൽ ചാരി ഒരു പ്രായമായ സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരി ഇവനെ കണ്ടപ്പോൾ, അല്ല നിനക്കെങ്ങനെ സ്റ്റെറ്റ്ലറിനെ പരിചയം? എനിക്ക് അയാളെ പരിചയമൊന്നുമില്ല, ഇന്റർനെറ്റ് വീട് റെന്റിന് കൊടുക്കാൻ ഇട്ടേക്കുന്നത് കണ്ടു, അങ്ങനെ ബുക്ക് ചെയ്തു. ഓ വിച്ച് മീൻസ് നീ സ്റ്റെറ്റ്ലറിനെ കണ്ടിട്ടേ ഇല്ല? ഇല്ല. എന്തേ? നീ അവനെ കണ്ടിട്ടില്ല, പക്ഷേ സ്റ്റെറ്റ്ലർ നിന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരി മാറിപ്പോകുന്നു. ഇതെന്താണ് ഇതിങ്ങനെ? ആളുകൾക്ക് ഒരുമാതിരി വിയേർഡായിട്ട് പെരുമാറുന്നു. ഇവരൊക്കെ പറയുന്ന സ്റ്റെറ്റ്ലർ ശരിക്കും ആരാണ്? പുള്ളി വല്ല കുഴപ്പക്കാരനാണോ? ആകെ മൊത്തത്തിലൊരു പുക മാത്രം. എന്തോ. തിയോ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ തിരികെ വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മകൾ എല്ലാ, സോറി അച്ഛന് സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞു. സംഭവം ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യ എങ്ങനെയാണ് മരണപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ റീസെന്റ് ആണല്ലോ നമ്മുടെ ഹീറോയിൻ ഇവൾക്ക് പറഞ്ഞു കൊടുത്തത്. ഇത്രയും നാൾ ഇദ്ദേഹം പറയാതിരുന്നത് മകൾ ഇതൊന്നും അറിയേണ്ട പ്രായമായിട്ടില്ല, പ്രായമാകുമ്പോൾ പറയാമെന്ന് കരുതിയാണ്. ഇപ്പൊ സൂസന് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇദ്ദേഹത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനു ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോയി? ഇത് എന്റെ സ്റ്റോറി അല്ലേ, അവൾക്കത് മനസ്സിലാക്കാനുള്ള പ്രായമാകുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ലായിരുന്നു? സൂസനെ സമ്മതിച്ചു കൊടുത്തില്ല. കൊച്ചിത് അറിയേണ്ട പ്രായമായി, അവൾക്ക് മനസ്സിലാക്കാനുള്ള പ്രായമുണ്ട്, അവൾ പക്വതയോടെയാണ് എല്ലാം കേട്ടോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ 1-2 പറഞ്ഞ് അവർ തമ്മിൽ ചെറുതായിട്ട് തെറ്റുന്നുണ്ട്. രാത്രി സൂസനെ കുളിക്കുന്ന സമയം അവൾ അറിയാതെ ഇദ്ദേഹം അവളുടെ ഫോണും ഐപാഡും മാക്ബുക്കും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ള റീസെന്റ് മെസ്സേജസ് ഒക്കെ നോക്കി. തിയോയ്ക്ക് എന്തോ സംതിങ് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. മുമ്പുണ്ടായിരുന്ന ആ ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെട്ട പോലെ ഇവിടെ വന്നതിന് ശേഷം പുള്ളിക്കാരന്റെ മനസ്സിൽ എന്തൊക്കെയോ കുറച്ച് ആ ടൈപ്പ് ഓഫ് ചിന്തകളൊക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെങ്കിലും അന്ന് തന്നെ സൂസനയോട് സോറിയൊക്കെ പറഞ്ഞ് മുമ്പുണ്ടായ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കുന്നുണ്ട്. എല്ലാം വളരെ പക്വതയുള്ള കുട്ടിയാണ്, അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. ഇവൾ പറഞ്ഞാണ് ശരി. 7 വയസ്സ് മാത്രമാണ് എല്ലയ്ക്ക് പ്രായമെങ്കിലും കുട്ടി അതിൽ കഴിഞ്ഞ പക്വത കാണിക്കുന്നുണ്ട്. തന്റെ ഭാഗത്തെ തെറ്റുകൾ മനസ്സിലാക്കി തിയോ സോറി പറഞ്ഞപ്പോൾ സൂസനയ്ക്കും സന്തോഷം. സോറിയൊക്കെ പറഞ്ഞെങ്കിലും തിയോ ഇപ്പോഴും അങ്ങോട്ട് ഓക്കെ അല്ല. പുള്ളിയെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ അലട്ടുന്നുണ്ട്. രാത്രി എഴുന്നേറ്റ് പോയി അദ്ദേഹത്തിന്റെ ഡയറി എടുത്ത് അതിൽ എഴുതാനായിട്ട് അത് തുറന്നു നോക്കുമ്പോൾ എത്രയും വേഗം ഈ സ്ഥലം വിട്ട് രക്ഷപ്പെടാൻ നോക്ക്, ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പുറത്തു പോകാൻ നോക്ക് എന്ന് അതിൽ എഴുതി വെച്ചിരിക്കുന്നു. തിയോ അല്ല ഇങ്ങനെ എഴുതിയത്, ഇദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടേ ഇല്ല. ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ശബ്ദം കേട്ട് പുള്ളിക്കാരൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അന്നേരം ഇദ്ദേഹത്തിന്റെ തൊട്ട് മുന്നിലുള്ള കണ്ണാടിയിൽ നോക്കി ഇദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻ ഇദ്ദേഹത്തെ തന്നെ നോക്കിയിരിക്കുന്നു. ഇദ്ദേഹം തിരിഞ്ഞ് പുറകോട്ട് നോക്കിയിരിക്കുന്നു. പുറകിൽ കുഴപ്പമൊന്നുമില്ല, അവിടെ എല്ലാം ഓക്കെയാണ്. വീണ്ടും ഇദ്ദേഹം തിരിഞ്ഞ് നേരെ ഇരുന്ന് ഡയറിയിൽ ആരാ ഇതൊക്കെ എഴുതി വെച്ചെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ വീണ്ടും പുറകുന്നൊരു ശബ്ദം. ഇത്തവണ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു പുതിയ വാതിൽ വന്നിരിക്കുന്നു. ഒരു 2 സെക്കൻഡ് മുമ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വാതിൽ ഇല്ലായിരുന്നേ, അവിടെ ഇപ്പോൾ ഒരു വാതിലും വന്നേക്കുന്നു. അതിനപ്പുറത്തെ ലൈറ്റും കാണാം. ഇതെന്താ സംഭവം എന്നറിയാതെ ഒരു പേടിയോടെ തിയോ
തിയോ ചെന്ന് വാതിൽ തുറന്നു. താഴേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വലിയ പടിക്കെട്ടായിരുന്നു അവിടെ. സെൻട്രലായിട്ടൊരു ബൾബ് അങ്ങനെ കത്തിച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ് ചെയ്യുന്നുണ്ട്. ആൾ അവിടെ നിന്ന് മാറി ഹോളിന്റെ ആ ഒരു പോർഷനിലേക്ക് വരുന്നുണ്ട്. അവിടെ ഈ വീടിന്റെ ഒരു വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ദാ ഇങ്ങനെ. ദെൻ നേരത്തെ കണ്ട പടിക്കെട്ടിലൂടെ ഇറങ്ങി താഴെ ചെന്നു. ഈ വീടിന്റെ ബേസ്മെന്റിലേക്ക് പോകാനുള്ള വഴിയായിരുന്നു അത്. ഇറങ്ങി ചെന്ന് അവിടെയൊക്കെ നോക്കുമ്പോൾ ആരോ അടുത്തൂടെ പാസ് ചെയ്യുന്ന പോലെയൊക്കെ ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. കുറേ സമയത്ത് വിയേഡ് എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അമാനുഷികം എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റും സംഭവിക്കുന്നുണ്ടല്ലോ. ബേസ്മെന്റിൽ കുറേ ഫോട്ടോസും ഉണ്ട്. അതിലൊരു ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മകളും കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ. പാതിരാത്രി രണ്ടാളും ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ ഫോട്ടോ ആരാണ് എടുത്തത്? ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇത് റിയൽ അല്ല, ഇതൊരു സ്വപ്നമാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മകളുടെ ഒരു ടോയ്, ഒരു പാവ അവിടെ കിടപ്പുണ്ട്. അതിന് തൊട്ടപ്പുറത്തെ റൂമിൽ ഇദ്ദേഹത്തിന്റെ മകളുടെ ശവശരീരവും കിടക്കുന്നു. പുള്ളി അലറി വിളിച്ച് ഓടിച്ചെന്ന് മകളുടെ ബോഡി എടുത്ത് കൊണ്ടുവന്നു. തുടർച്ചയായി ഇതൊരു സ്വപ്നമാണ്, ഇത് റിയൽ അല്ലെന്ന് പറയുന്നുണ്ട്. എല്ലാം കൊണ്ട് ഒരുമാതിരി പാനിക്കായ അവസ്ഥയിലായിരുന്നു പുള്ളിക്കാരൻ. അധികം ഒന്നും ചിന്തിക്കാതെ അവിടെ അടുത്ത് കിടന്നൊരു കുട്ടി കുപ്പിയെടുത്ത് ഇങ്ങനെ കയ്യും കുത്തി മറിച്ചു, കഴുത്തിലും കുത്തി. അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം പുള്ളിക്കാരൻ ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചു. യെസ്, ഇത്രയും നേരം നമ്മൾ കണ്ടതെല്ലാം ഇദ്ദേഹത്തിന്റെ സ്വപ്നം മാത്രമായിരുന്നു. ശേഷം അടുത്ത ദിവസം സൂസനെയും എല്ലയും പുറത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുന്നു. ഇതെല്ലാം കാണുന്ന തിയോയ്ക്കും ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. എല്ലയുടെ എല്ലാ കാര്യങ്ങളും സൂസനെ നോക്കുന്നുണ്ടെന്ന് പറയാം. എല്ലയെ ഹാപ്പി ആക്കി വെക്കാൻ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് സൂസനയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ക്യൂട്ട് ആയിട്ടുണ്ടെന്ന് തിയോ മെസ്സേജ് അയക്കുന്നുണ്ട്. മെസ്സേജ് റിസീവ് ആയി പുള്ളിക്കാരി അവളുടെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കുന്നു. എന്നാൽ വെരി സർപ്രൈസിംഗ്ലി നമ്മുടെ തിയോ നിൽക്കുന്ന അവിടെ തന്നെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. തിയോ അയച്ച മെസ്സേജ് റിസീവ് ആയിരിക്കുന്നത് ഈ ഫോണിലേക്കാണ്. ബട്ട് പുറത്ത് നോക്ക്, സൂസനയുടെ കയ്യിൽ മറ്റൊരു ഫോണുണ്ട്. ഇതുവരെ തിയോയുടെ അറിവിൽ സൂസനയ്ക്ക് ഒരൊറ്റ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഇങ്ങനെ രണ്ടാമതൊരു ഫോൺ ഉണ്ടെന്നോ ഇങ്ങനെ രഹസ്യമാക്കി വെച്ച് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇതെല്ലാം കണ്ട് തിയോ ഒരുമാതിരി അങ്ങായി പോയി. പുള്ളിക്ക് പിന്നെയും കുറേ സംശയങ്ങൾ തോന്നുവാണ്. ഇന്നലെ കണ്ടതൊക്കെ സ്വപ്നം തന്നെ ആയിരുന്നു എന്നുള്ള സംശയം ഇപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ഈ പുള്ളിയുടെ ഡയറി ഇരിക്കുന്ന അങ്ങോട്ട് ചെന്ന് അത് തുറന്നു നോക്കുമ്പോൾ എത്രയും വേഗം ഇവിടെ വിട്ട് പൊക്കോണോ എന്ന് ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് റിയൽ ആണ്. അതായത് ഇന്നലെ വിചാരിച്ച പോലെ ജസ്റ്റ് ഒരു സ്വപ്നമല്ല. ആ ഡയറിക്കകത്ത് ശരിക്കും അങ്ങനെ എഴുതിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ പേജിൽ യു ഷുഡ് ഹാവ് ലെഫ്റ്റ്, ഇറ്റ്സ് ടു ലേറ്റ് നൗ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. തിയോ നേരെ സൂസനയുടെ അടുത്ത് ചെന്ന് ഇദ്ദേഹവുമായിട്ട് അവളെ ചാറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഫോൺ അവളുടെ കൊടുത്തിട്ട്, നിന്റെ വേറൊരു ഫോണും ഉണ്ടല്ലോ അല്ലേ, ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വലിയ കഷ്ടപ്പാടല്ലേ? അല്ല, ആ ഫോണിൽ ആരുമായിട്ട് നീ ചാറ്റ് ചെയ്യുന്നേ? ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള മാക്സ് അവനുമായിട്ടാണോ? ഇദ്ദേഹം ചോദിക്കേണ്ട താമസം സൂസനെ അങ്ങ് സമ്മതിച്ചു. സൂസനയ്ക്ക് മാക്സുമായിട്ടൊരു അഫയർ ഉണ്ടെന്ന്. തിയോ ഇത്തിരിയേറെ മോശമായിട്ട് സംസാരിച്ചു. ആക്ച്വലി അവളത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവളോട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോക്കോ, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നേ? ഞാനിത് എങ്ങോട്ട് പോനാ? നീ എങ്ങോട്ടെങ്കിലും പോ, ഇവിടെ ഞാനും എൻ്റെ മകളും ജീവിക്കുന്ന ഈ വീട്ടിൽ നിൽക്കാൻ നിനക്കൊരു അവകാശമില്ല. തിയോ ഇങ്ങനെ കടുപ്പിച്ച് പറഞ്ഞതോടെ സൂസനയ്ക്കും വേറെ ഓപ്ഷൻ ഇല്ല. അവളും ആ വീട് വിട്ടു പോയി. സൂസന പോയതോടെ എല്ലയും ആകെ അങ്ങ് മൂഡ് ഓഫ് ആയി. തിയോ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിനൊന്നും അത്ര ടേസ്റ്റ് ഇല്ല. കൊച്ചു ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അവളുടെ ഇഷ്ടപ്രകാരം തിയോ അവളുടെ കൂടെ കളിക്കാനൊന്നും ചെല്ലത്തില്ല. ആകെ മൊത്തത്തിൽ ബോറടിച്ചൊരു പരിവായി. തിയോ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാതെ വീടിനകത്തോട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ കൊച്ചിന്റെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം താഴെ വീണ് പോകുന്നുണ്ട്. അതുകൊണ്ട് തിയോ ഗ്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ തറയിൽ വീണ വെള്ളം രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്നതാണ് അദ്ദേഹം കാണുന്നത്. എന്തുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്? വീടിന്റെ തറ കറക്റ്റ് പ്ലെയിൻ ആണ്, ആ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഇതിപ്പോൾ വെള്ളം രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോയേക്കുന്നു. ഇത് കണ്ട് തിയോ ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്ത് അതേ സ്ഥലത്ത് തന്നെ ഒഴിച്ചു നോക്കുന്നുണ്ട്. ഇദ്ദേഹം രണ്ടാമത് വെള്ളം ഒഴിക്കുമ്പോഴും വെള്ളം രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോവാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരുമാതിരി വല്ലാതെ വിയേർഡ് ആയിട്ടുണ്ടല്ലേ? സംശയം തോന്നി തിയോ ആവട്ടെ നേരത്തെ ആ ഷോപ്പ് കീപ്പർ ഇദ്ദേഹത്തിന് കൊടുത്ത സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, അതെടുത്ത് തറയിൽ ഇങ്ങനെ വെച്ച് വീടിന്റെ തറയും വോളുമായിട്ടുള്ള ആ ഒരു റൈറ്റ് ആംഗിൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ വെള്ളം വീട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നതിന് അപ്പുറത്തുള്ള ഭാഗം കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഭാഗം അങ്ങനെയല്ല, കറക്റ്റായിട്ട് മാച്ച് ആവുന്നില്ല. ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇവിടെ ഇത്ര വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ട് അത് കാഴ്ചയിലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഭിത്തിക്ക് ഇവിടെ ഇത്ര വലിയൊരു ചരിവുണ്ടെങ്കിൽ സൂക്ഷിച്ച് നോക്കുമ്പോഴെങ്കിലും അത് മനസ്സിലാവണ്ടേ? പക്ഷേ ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. തുടർന്ന് തിയോയും അദ്ദേഹത്തിന്റെ മകളും ഒരു ടേപ്പ് എടുത്ത് വീടിനകത്തുനിന്ന് ഈ ഒരു ഭിത്തിയുടെ അളവെടുക്കുന്നു. അളന്നപ്പോൾ വീടിനുള്ളിൽ 26 ഫീറ്റാണ്. എന്നാൽ വീടിന് പുറത്ത് വന്ന് അളന്നപ്പോൾ 21 ഫീറ്റേ ഉള്ളൂ. 5 ഫീറ്റിന്റെ വ്യത്യാസമുണ്ട്. 5 ഫീറ്റിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാഴ്ചയിൽ മനസ്സിലാവണം. ഏത് പൊട്ടൻ നോക്കിയാലും ഇങ്ങനെ ഒരു സംഭവം മനസ്സിലാവണം. പക്ഷേ ഇവിടെ ഇവർ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ വീട്ടിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 5 ഫീറ്റിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും കാഴ്ചയിൽ ഇതൊന്നും പ്രകടമല്ല. നമ്മുടെ നാട്ടിൽ 25 ലക്ഷത്തിനൊക്കെ ബസ് സ്റ്റോപ്പ് പണിയുന്ന ഏതെങ്കിലും ഒരുത്തം പണിത വീടായിരിക്കാം, അല്ലാതെ ഇങ്ങനെ വരില്ല. വീടിന് പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് എല്ലാ വീടിനകത്ത് കയറി അവളുടെ കോട്ട് എടുത്തു. കോട്ടൊക്കെ എടുത്ത് കൊച്ചു വാതിൽ തുറന്ന് പുറത്തോട്ട് വരുന്നത് വരെ നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ബട്ട് പുറത്തേക്ക് കൊച്ചു വന്നില്ല. എല്ലാ വാതിൽ തുറന്നു അവിടുന്ന് പുറത്തിറങ്ങി. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ എത്തിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. തിയോ അകത്ത് കയറി നോക്കുമ്പോൾ ആ കോട്ട് മാത്രം തറയിൽ കിടപ്പുണ്ട്. കൊച്ചിനെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. ഒരു പക്ഷേ കൊച്ചു പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ആ ഒരു ഉദ്ദേശത്തിൽ വല്ലതും വീട്ടിൽ എവിടെയും ഒളിച്ചിരിക്കുന്നതായിരിക്കും എന്ന് കരുതി ഇദ്ദേഹം വീട് മൊത്തം തിരയുന്നുണ്ട്. തിയോ വീട് മൊത്തം തിരഞ്ഞു, എല്ലാ റൂമും തിരഞ്ഞു. കൊച്ചു എവിടെയും ഇല്ല. ശരിക്കും എല്ലതാ ഇപ്പോൾ ഇവിടെയാണ്. ഇത് ഏതാ സ്ഥലം എന്ന് വെച്ചാൽ എനിക്കും വലിയ വ്യക്തതയൊന്നുമില്ല. ഈ വീട്ടിൽ ഇങ്ങനൊരു സ്ഥലം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നമ്മുടെ എല്ലാം എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് അവൾക്ക് പോലും ഒരു ധാരണയില്ല. അവൾ അവളുടെ അച്ഛനെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാം അന്വേഷിക്കുന്ന തിയോ അവിടെയുള്ളൊരു വാതിൽ തുറന്നു. വെരി വെരി സർപ്രൈസിംഗ്ലി ഇത്രയും നേരം ആ വാതിൽ തുറക്കുമ്പോൾ എങ്ങോട്ടായിരുന്നോ കിടക്കുന്നത് അല്ലെങ്കിൽ ആ വാതിലിന് അപ്പുറത്ത് എന്തായിരുന്നോ ആ സംഭവമേ മൊത്തത്തിൽ മാറിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ മറ്റൊരു റൂമാണ്. ആകെ കൺഫ്യൂസ്ഡായി ഇദ്ദേഹം ഓടിച്ചെന്ന് വേറൊരു വാതിൽ തുറന്നു. ഇതേ കാണാൻ പറ്റുന്നില്ലേ? വാതിലിനപ്പുറത്ത് ഇങ്ങനെയാണുള്ളത്. ഇവരുടെ തന്നെ ഈ വീടിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗമാണിത്. ഈ വാതിൽ അടഞ്ഞു പോയാൽ ശരിയാവത്തില്ല. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇദ്ദേഹം വാതിൽ അടയാതിരിക്കാൻ വേണ്ടി അതിനിടയിൽ ഒരു കസേര എടുത്ത് വെക്കുന്നുണ്ട്. കസേര എടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ കണ്ട കാഴ്ചയല്ല ഇദ്ദേഹത്തിനോട് കാണാൻ പറ്റുന്നത്. വാതിൽ തുറന്നപ്പോൾ ആ ഫോട്ടോ ഇത്ര അടുത്തായിരുന്നു. ഇപ്പൊ നോക്ക്, ഇത്രയും ദൂരെയായിട്ടാണ് ആ ഫോട്ടോ. ഇതിനിടയിൽ ഇദ്ദേഹം കുറെ വാതിലും മറ്റുമൊക്കെ വന്നേക്കുന്നു. പിന്നെ ഈ വീട് ഇദ്ദേഹത്തെ ലീഡ് ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതിൽ ഒരു പ്രസക്തിയുമില്ല. ഓരോ വാതിൽ തുറക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ റൂം, റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ റൂം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെക്ഷൻ ആയിരിക്കും കാണിച്ചു കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തെയും എല്ലാം കൂട്ടിമുട്ടിക്കണം എന്നുണ്ടെങ്കിൽ
രണ്ടുപേരെയും ഒരുമിച്ചാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട് തീരുമാനിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ഇവർ എത്രയൊക്കെ കിടന്ന് ഓടിയാലും ഏതൊക്കെ വാതിൽ തുറന്നു പോയാലും ഇവരൊരിക്കലും കണ്ടുവിട്ടാൻ പോകുന്നില്ല. മുമ്പ് ഇദ്ദേഹം സ്വപ്നത്തിൽ കണ്ട പോലെ, അത് സ്വപ്നമാണെന്ന് ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല, സ്വപ്നത്തിലോ റിയൽ ആയിട്ടോ എങ്ങനെയോ കണ്ട പോലെ ആ ബേസ്മെന്റിലേക്ക് പോകാനുള്ള വഴി ഇദ്ദേഹത്തിന് മുന്നിൽ ഓപ്പണായി. തിയോയും ബേസ്മെന്റിലേക്ക് പോകുന്നു. എല്ലയും കറങ്ങി തിരിഞ്ഞ് ബേസ്മെന്റിലേക്ക് തന്നെ വരുന്നുണ്ട്. ബേസ്മെന്റിലെത്തിയ എല്ലയ്ക്ക് അവിടെ ഒരു ബാത്ത് ടബും അതിൽ മുങ്ങി മരിച്ചു കിടക്കുന്ന ഒരാളെയുമാണ് കാണാൻ പറ്റുന്നത്. ഗസ് ഹൂ? നമ്മുടെ തിയോയുടെ ഫസ്റ്റ് വൈഫ് കരോളീൻ. എല്ലാ പേടിയോടെ ബാത്ത് ടബിനടുത്ത് നിന്ന് ഹലോ ആരാ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കേണ്ട താമസം ആ ഡെഡ് ബോഡി അനങ്ങി കൊച്ചു പേടിച്ചവിടെ നോടാൻ തുടങ്ങിയപ്പോൾ വേറൊരാൾ നമ്മുടെ എല്ലയെ പിടിച്ചു നിർത്തി. അയാൾ ഒരു തൊപ്പിയും കണ്ണാടിയും ഒക്കെ ധരിച്ചിട്ടുണ്ട്. കഥയുടെ തുടക്കത്തിൽ നമ്മുടെ എല്ലാവരുടെ അടുത്ത് വന്ന് സംസാരിച്ച ഒരു വ്യക്തിയില്ലേ, അതേ ആൾ തന്നെയാണിത്. ആദ്യം നമ്മൾ കരുതിയ പോലെ അത് ഒരു സ്വപ്നമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം നല്ല കൺഫ്യൂഷൻ തോന്നുന്നുണ്ടല്ലേ. സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ റിയലി സംഭവിക്കുകയാണ്. ഇതെല്ലാം കണ്ട എല്ലാം അവിടുന്ന് പേടിച്ചോടി. എല്ലാ അലറി വിളിക്കുന്ന ശബ്ദം തിയോയ്ക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരനും ഒരു വിധത്തിൽ ഇയാളുടെ മുന്നിൽ തുറക്കാത്തൊരു വാതിലൊക്കെ ചവിട്ടി പൊട്ടി ചോടി നമ്മുടെ എല്ലാവരുടെ അടുത്ത് വന്നു. ആകെ പേടിച്ചിരുന്ന എല്ലാം ആശ്വസിപ്പിച്ച് നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് ഒരു സഹായത്തിന് സൂസനെ വിളിക്കുന്നുണ്ട്. കാരണം ഇവരിങ്ങോട്ട് വന്ന കാരണം കൊണ്ടാണ് സൂസൻ ഇവിടുന്ന് തിരിച്ചു പോയത്. ബട്ട് കോൾ കണക്ട് ആവുന്നില്ല. കാരണം ഈ ഏരിയയിൽ വല്ലപ്പോഴും റേഞ്ച് വരും. റേഞ്ച് വന്നാൽ ഭാഗ്യമെന്ന് പറയാം. അങ്ങനെ ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ആരെ സഹായത്തിന് വിളിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് നേരത്തെ ഇദ്ദേഹം സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയ ആ കടയിലെ ഷോപ്പ് കീപ്പറിനെ പറ്റി ആലോചിക്കുന്നത്. നേരെ ആ കടയിലേക്ക് വിളിച്ചു. തിയോയ്ക്കും ആൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അതിന് ഷോപ്പ് കീപ്പർ പറയുന്നതോ, എന്താ മോനെ ടാക്സിയോ? അങ്ങനെ ഒരു സമ്പ്രദായമൊന്നും ഇവിടില്ല. ഇതൊരു ഉൾപ്രദേശമാണ്. ഇവിടൊക്കെ ഒരു വണ്ടി കിട്ടിയാൽ ഭാഗ്യം, ഇല്ലേ നടന്നു പോക്കണം. പ്ലീസ് നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് പോകാൻ ഒരു ടാക്സി വേണം, ഓർ എന്തെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? ഡേയ് നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആ വീടില്ലേ, അതിന് മുമ്പ് അവിടെ വേറൊരു വീടുണ്ടായിരുന്നു. അതിനും മുമ്പ് അവിടെ വേറൊരു ടവർ ആയിരുന്നു, ഒരു വലിയ ടവർ. ഇവിടെ പലരും അതിനെ ഡെവിൽസ് ടവർ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഡെവിൽ വന്ന് പണിതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഡെവിൽ മനുഷ്യന്റെ ആത്മാവിനെ കളക്ട് ചെയ്യും, ദെൻ ഗോഡ് അതിനെ നശിപ്പിച്ച് കളയും. നിന്നെ പോലെ ഒത്തിരി ആളുകൾ ആ വീട്ടിൽ താമസിക്കാൻ വന്നിട്ടുണ്ട്. അവരാ വീട് കണ്ടുപിടിച്ചാണെന്ന് പറയാൻ പറ്റത്തില്ല, ആ വീട് അവരെ കണ്ടുപിടിച്ചാണെന്ന് പറയേണ്ടി വരും. എന്നിങ്ങനെയൊക്കെ ആ ഷോപ്പ് കീപ്പർ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ഭിത്തിയിൽ കുറേ അധികം ഫോട്ടോസ് പ്രത്യക്ഷപ്പെടുന്നു. ഇത്രയും നാൾ അവിടെ ഫോട്ടോസ് ഒന്നും ഇല്ലായിരുന്നു. ഇവർ വന്ന് കയറിയപ്പോൾ ഫോട്ടോസ് തൂക്കിയിടാനുള്ള ഹുക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫോട്ടോസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഫോട്ടോസ് വരുന്നു. ഷോപ്പ് കീപ്പർ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ ഒരു പക്ഷേ ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിട്ടുള്ള ഈ വീടിന്റെ ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഫോട്ടോസ് ആയിക്കൂടെ അത്. ഷോപ്പ് കീപ്പറിന് ഇവരെ സഹായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം കോൾ കട്ട് ചെയ്തു. ഉടൻ മറ്റൊരാളുടെ ശബ്ദവും ഫോണിലൂടെ നമ്മുടെ തിയോയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആരാണോ ഇവരെ ഹോൺ ചെയ്യുന്നത് ആളുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ആയതോടെ തിയോ രണ്ടും കൽപ്പിച്ച് ഇവിടുന്ന് നടന്നു പോയേക്കാവും തീരുമാനിച്ച് അദ്ദേഹത്തിന്റെ മകൾക്കും അദ്ദേഹത്തിനും കോട്ടും സ്യൂട്ടും ജാക്കറ്റും എല്ലാം ഇട്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് വീടിന് പുറത്തിറങ്ങി ഏതാണ്ട് രാത്രി സമയമായിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് നടന്നു പോകാൻ ശ്രമിക്കുവാണ്. പോകെ തണുപ്പ് കൂടി വരുന്നു. ഇവരുടെ ഡ്രസ്സിനൊന്നും അത് പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഏതൊരാൾക്കും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു പരിധി കൂടുതൽ തണുപ്പൊക്കെ സഹിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. പോണ പോക്കിൽ നമ്മുടെ എല്ലാ ജസ്റ്റും തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ വീടിനകത്ത് ഒരാൾ നിൽക്കുന്ന പോലെ കൊച്ചിന് കാണാൻ സാധിക്കുന്നുണ്ട്. ആരാണെന്ന് ക്ലിയർ ആവുന്നില്ല. ആരോ ഒരാൾ വീടിനകത്തുണ്ട്. ആ രൂപത്തെ തിയോയ്ക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്തോ വലിയ പ്രശ്നമാണ്. ഇനി ഒരു കാരണവശാലും വീട്ടിലേക്ക് തിരിച്ചു പോരും തീരുമാനിച്ച് തിയോ പെട്ടെന്ന് മകളെയും കൊണ്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ കുറേ ദൂരം നടന്ന് ആ വലിയ തണുപ്പിനെയൊക്കെ അതിജീവിച്ച് ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് ഇവർ വിചാരിച്ചു. ബട്ട് രക്ഷപ്പെട്ടില്ല. കറങ്ങി തിരിഞ്ഞ് ഇവർ വീണ്ടും അതേ വീട്ടിൽ തന്നെ എത്തിയിരിക്കുന്നു. ഇവർക്ക് ഈ വീട് വിട്ടുപോകാൻ സാധിക്കത്തില്ല. കാരണം സ്റ്റെറ്റ്ലറിന്റെ ഈ വീട് ഇവരെ വിട്ടുപോകുന്നില്ല. എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഏതൊക്കെ വഴിയിലൂടെ പോകാൻ ശ്രമിച്ചാലും കറങ്ങി തിരിഞ്ഞ് ഈ വീട്ടിൽ തന്നെ എത്തുവാണ്. സ്റ്റെറ്റ്ലർ ഇവരെ വിടുന്ന ഉദ്ദേശമില്ല. ഇനിയും ഇവിടുന്ന് മറ്റേതെങ്കിലും ഡയറക്ഷനിലേക്ക് പോയി എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം അത്രത്തോളം തണുപ്പാണ്. തണുപ്പ് കാരണം മരണപ്പെടുന്നതിൽ നല്ലത് വീടിനകത്ത് തന്നെ സ്റ്റേ ചെയ്യുന്നതാണെന്ന് തീരുമാനിച്ച് രണ്ടുപേരും വീടിനകത്ത് കയറി. ഇവിടെ ഇപ്പോൾ വേണേൽ പറയാം, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ പിന്നെയും ആരെങ്കിലും ആ വീട്ടിലോട്ട് തന്നെ പോകും, ഈ പഞ്ചായത്ത് വിട്ട് ജില്ല വിട്ട് സംസ്ഥാനം വിട്ട് രാജ്യം വിട്ട് തന്നെ ഓടുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാം. ബട്ട് അങ്ങനെ ഓടാൻ പോയാൽ ഇവർക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി ഈ വീട് ഇവരെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. സോ തിരിച്ച് വീട്ടിൽ കയറുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ വീടിനകത്ത് കയറി രണ്ടാളും കിടന്നു തുടങ്ങി. പെട്ടെന്ന് അവിടെ ഒരു ഫ്ലാഷ് ഉണ്ടായി. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ നമ്മുടെ തിയോ കണ്ട ഫോട്ടോ ഉണ്ടല്ലോ, ഈ വീടിന്റെ ബേസ്മെന്റിൽ വെച്ച് കണ്ട ഇദ്ദേഹത്തിന്റെ മകളും കൂടെ കിടന്നുറങ്ങുന്ന ഫോട്ടോ, ആ ഫോട്ടോ ഇപ്പോഴാണ് എടുത്തത്. ഇവിടെ കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കുഴപ്പമില്ല, നമുക്ക് അതിലേക്ക് വരാം. സംശയം തോന്നി തിയോ കണ്ണു തുറന്ന് എഴുന്നേറ്റു. റെസ്റ്റ് റൂമിൽ പൈപ്പ് തുറന്ന് വെള്ളം പോകുന്ന പോലെ ഇദ്ദേഹത്തിന് ശബ്ദം കേൾക്കുന്നുണ്ട്. പുള്ളി നേരെ അകത്തേക്ക് നോക്കി. അവിടെയാണെങ്കിൽ പൈപ്പ് ഒന്നും തുറന്നു കിടപ്പില്ല. എന്നാൽ ഇദ്ദേഹം അകത്ത് കയറിയതും ആ ഡോർ അങ്ങടഞ്ഞു. പുള്ളി ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോഴവിടെ ആ ഒരു ഏരിയ മൊത്തത്തിൽ മാറിയിരുന്നു. അവിടെ ഇരുട്ട് നിറഞ്ഞ മറ്റൊരു സ്ഥലമായിരിക്കുന്നു. കൂടാതെ ഇദ്ദേഹത്തിന്റെ മകൾ അലറി വിളിക്കുന്ന ശബ്ദവും. എങ്ങോട്ട് പോകണം, ഏത് വഴി പോകണമെന്ന് ഒന്നും അറിയാതെ ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന അവസ്ഥ. തിയോ അവിടെയുള്ള ഒരു വഴിയിലൂടെ ഇങ്ങനെ കയറി നോക്കുമ്പോൾ അവിടെ ഒരു ബാത്ത് ടബ് ഉണ്ട്. അതിലാണെങ്കിൽ വെള്ളം ഇങ്ങനെ കവിഞ്ഞ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. അതിന്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ഇതാരെ എന്തെന്നൊക്കെ ചോദിച്ചാൽ പ്രോബ്ലി ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ആയിരിക്കാം. ഉറപ്പല്ല, മേ ബി ആ പുള്ളിക്കാരി ആയിരിക്കാം. പക്ഷെ ആ പുള്ളിക്കാരി എന്തിനാണ് ഇദ്ദേഹത്തെ കൊല്ലാൻ വരുന്നത്? അവരെന്തൊക്കെയോ പിൽസ് കൂടുതൽ കഴിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി ബാത്ടബിൽ വീണുപോയി മരണപ്പെട്ടതല്ലേ. വാട്ടവർ. ഇവിടെ നമ്മുടെ തിയോ ഒരു വിധത്തിൽ ഇതി നോക്കി രക്ഷപ്പെട്ട് ഓടി കത്തിച്ച് ബേസ്മെന്റ് ഇത് മുകളിലോട്ട് കയറി ചെല്ലുന്നു. കിച്ചൺ സ്പേസിൽ സിങ്കിന്റെ അടുത്തായിട്ട് ഇപ്പോൾ 2 ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യമേ ഇദ്ദേഹം ഈ വീട്ടിൽ വന്ന സമയത്ത് തന്നെ ഇദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോയും ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ മകളും കൂടെ ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആ സമയത്ത് എടുത്ത ഫോട്ടോയും. അവിടുന്ന് നേരെ അടുത്ത റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ദേ അവിടെ വേറൊരു തിയോ ഇരുന്ന് അദ്ദേഹത്തിന്റെ ജേണൽ എഴുതാൻ ശ്രമിക്കുന്നു. അതായത് ഇതും തിയോ തന്നെ.
തന്നെ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട തിയോ ഇല്ലേ, ആ ഒരു പോർഷനിലെ അല്ലെങ്കിൽ ആ ഒരു ടൈം ലൈനിൽ നമ്മൾ കണ്ട തിയോ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രസന്റ് വെർഷനിലുള്ള നമ്മുടെ തിയോയ്ക്ക് തന്റെ തന്നെ പാസ്റ്റിനെ കാണാൻ പറ്റുന്നു, പാസ്റ്റ് വെർഷനിലുള്ള തന്നെ കാണാൻ സാധിക്കുന്നു. പാസ്റ്റ് തിയോ ജേണൽ എഴുതുന്നത് നിർത്തി അവിടുന്ന് മാറിപ്പോയപ്പോൾ പ്രസന്റ് തിയോ ഓടി ചെന്ന ജേണൽ തുറന്ന് അതിനകത്ത് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് എഴുതി വെക്കുന്നുണ്ട്. അതായത് തിയോയുടെ ജേണലിൽ തിയോ എഴുതാത്തതായിട്ട് പുള്ളിക്കാരൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ആക്ച്വലി എഴുതിയിട്ടുള്ളത് തിയോ തന്നെയാണ്, തന്റെ ഫ്യൂച്ചർ സെൽഫ് ആണെന്ന് മാത്രം. നമ്മുടെ തിയോയ്ക്ക് അതായത് പ്രസന്റിലുള്ള തിയോയ്ക്ക് തന്റെ പാസ്റ്റ് വെർഷനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും പാസ്റ്റിലുള്ള തിയോയ്ക്ക് പ്രസന്റ് വെർഷനിലുള്ള തിയോയെ കാണാൻ സാധിക്കത്തില്ല. ഫസ്റ്റ് ടൈം ഇവർ ഈ വീട്ടിൽ വന്ന് കയറിയ സമയത്ത് നമ്മുടെ തിയോ സൂസന്നയോട് നീ എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നോ, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ശരിക്കും ആ ശബ്ദം ഉണ്ടാക്കിയത് പ്രസന്റ് വെർഷനിലുള്ള ഈ തിയോ ആണ്. തന്റെ പാസ്റ്റ് സെൽഫിനെ എങ്ങനെയെങ്കിലും അലേർട്ട് ചെയ്ത് ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു. ബട്ട് ഇദ്ദേഹം പിന്നെയും ശബ്ദം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു ടൈം ലൈൻ മൊത്തം ഇദ്ദേഹത്തിന് മുന്നിൽ നിന്ന് മറഞ്ഞുപോയി. പിന്നെ അങ്ങോട്ട് നമ്മുടെ പ്രസന്റ് തിയോയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിവരിക്കാൻ പോലും പറ്റില്ല, അതുപോലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഷെഡ് പടയെന്നാണ് പുള്ളിക്കാരുടെ ടൈം ഒക്കെ ചേഞ്ച് ആവുന്നത്, ഓരോരോ ഇൻസിഡന്റുകൾ ഇദ്ദേഹത്തിന്റെ കൺമുന്നിലൂടെ ഇങ്ങനെ മിന്നി മറഞ്ഞു പോകുന്നു. ഇതൊക്കെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിലും അതിലൊന്നും ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഈ വീട് ഇദ്ദേഹത്തെ വിടത്തില്ല, ഇവിടുന്ന് ഇദ്ദേഹത്തിന് പുറത്തു പോകാൻ സാധിക്കത്തില്ല. കുറേ സമയം നമ്മുടെ ഹീറോ ഇട്ട് വട്ട് കളിപ്പിച്ചതിന് ശേഷം ഫൈനലി ഇതിന്റെയൊക്കെ പുറകിലുള്ള ആ വ്യക്തി, ഈ വീടിന്റെ ഓണർ സ്റ്റെറ്റ്ലർ നമ്മുടെ ഹീറോയുടെ മുന്നിൽ വരുവാണ്. ലുക്ക് അറ്റ് ദിസ് ഗൈ. നമ്മൾ കഥയുടെ തുടക്കം മുതൽ ഈ പുള്ളിക്കാരനെ കാണുന്നുണ്ട്. പലപ്പോഴായി എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറേ സമയത്ത് തന്റെ മകളെ അന്വേഷിക്കുന്ന നമ്മുടെ തിയോ ഇങ്ങേരോട് ദേഷ്യപ്പെട്ട് പുന്നാര മോനെ എന്റെ മോളെ വിടറാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇത്രയും നാളെ നീ ആ കള്ളം മറച്ചു വെച്ചില്ലേ, നീ നിന്റെ മകൾ പിന്നെ ആ കള്ളം, നോ 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 താൻ പറയുന്ന പോലെ ഒന്നുമില്ല, അവൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, അവൾ ഇന്നസെന്റ് ആണ് എന്നിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ തന്നെ സ്റ്റെറ്റ്ലറിന്റെ ഊന്നുവടി ഇങ്ങനെ പിടിച്ചു വാങ്ങി അങ്ങേരുടെ മുഖത്തിട്ട് ഒറ്റ അടി അടിക്കുന്നുണ്ട്. സ്റ്റെറ്റ്ലറിന്റെ മുഖം മുറിഞ്ഞ് ചോര വരുന്നുണ്ട്. തിയോ നിർത്താതെ പിന്നെയും അങ്ങനെ അടിക്കുന്നു. സ്റ്റെറ്റ്ലർ ഈ അടിയൊക്കെ കൊള്ളുന്ന കൂട്ടത്തിൽ തന്നെ അച്ഛന്റെ ഭാവം മക്കളും അനുഭവിച്ചേ പറ്റൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം അടി കൊണ്ട് കഴിഞ്ഞ് സ്റ്റെറ്റ്ലർ അങ്ങേരുടെ തൊപ്പി ഊരി മാറ്റി. നോക്കുമ്പോൾ അത് തിയോ ആയിരുന്നു. അതായത് ഇത്രയും നേരം തിയോ അടിച്ചുകൊണ്ടിരുന്നത് തിയോയെ തന്നെയാണ്. ഒന്നാമതേ നമ്മുടെ തിയോ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, പിന്നെയും കൺഫ്യൂസ്ഡ് ആയി. ആളിപ്പോൾ ഇപ്പുറത്തുള്ള തിയോയോട്, അതായത് സ്റ്റെറ്റ്ലർ തിയോയോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്റെ മകളെ വെറുതെ വിടണം, അവൾക്ക് ഇതിലൊന്നും പങ്കില്ല, അവളെ രക്ഷപ്പെടാൻ അനുവദിക്കണമെന്നൊക്കെയാണ്. അതിന് സ്റ്റെറ്റ്ലർ പറഞ്ഞ മറുപടിയോ, അതിന് ഞാനല്ലല്ലോ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയത്, നീയല്ലേ, അവൾ ഇവിടുന്ന് രക്ഷപ്പെടണോ വേണ്ടോ തീരുമാനിക്കേണ്ടോ നീയാണ്. ഇത്രയും പറഞ്ഞ് സ്റ്റെറ്റ്ലർ അവിടെ നിന്ന് മാറിപ്പോയി. ആൻഡ് എല്ലയും അങ്ങോട്ട് വരുന്നുണ്ട്. ഇദ്ദേഹം എല്ലയോട് കുറേ സോറിയൊക്കെ പറഞ്ഞ് അവളെയും കൊണ്ട് വീടിന് പുറത്തിറങ്ങി ചെന്നു. അവിടെ സൂസന്ന വന്നിട്ടുണ്ടായിരുന്നു. സൂസന്നയുടെ കൂടെ മകളെ അയക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചു. ഇതല്ലാതെ തിയോയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഈ വീട് എന്തായാലും ഇദ്ദേഹത്തെ ഇവിടുന്ന് പോകാൻ അനുവദിക്കത്തില്ല. തന്റെ മകളെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്താന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവളെ സൂസന്നയുടെ കൂടെ അയക്കുന്നത്. ഫൈനലി സൂസന്നയുടെ അടുത്ത് ഇങ്ങനെ ഇത്രയും നാളെ മറച്ചു വെച്ചൊരു സത്യവും തുറന്നു പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ കരോളിൻ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല, ഇങ്ങേര് അവളെ കൊന്നതാണ്. അവളുടെ ഡ്രിങ്ക്സിൽ അളവിൽ കവിഞ്ഞ് മെഡിസിൻ ചേർത്തതാണ്. അവൾ വെള്ളത്തിൽ വീഴുന്നതും മരണപ്പെടുന്നതും ഒക്കെ ഇങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ട് അത് നോക്കിക്കൊണ്ട് അവിടെ നിന്നു. അവളെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്താൻ തയ്യാറായില്ല. ഇതൊക്കെ കേട്ട് സൂസൻ ഒരുമാതിരി അങ്ങായിപ്പോയി. സൂസനെ ഇങ്ങേരെ ചതിക്കുമായിരുന്നെങ്കിലും ഇങ്ങേരെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. മാക്സുമായിട്ടുള്ള അഫെയർ ഒക്കെ മാറ്റിവെച്ച് അതെല്ലാം നിർത്തി ഇയാളുടെ കൂടെ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചാണ് അവൾ ഇങ്ങോട്ട് വന്നത്. ബട്ട് തിയോ ഒരു കൊലപാതകയാണെന്ന് അങ്ങനെ തന്നെ സമ്മതിച്ചോടെ പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. സൂസനെ എത്രയും വേഗം എല്ലാം കൊണ്ട് അവിടുന്ന് തിരിച്ചുപോയി. അവിടെ കെട്ടിയാൽ നേരത്തെ നമ്മുടെ തിയോയും എല്ലാം വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വീടിനകത്ത് ആരോ നിൽക്കുന്നതായിട്ട് ഇവർ കാണുന്നുണ്ടായിരുന്നല്ലോ, ഒരാളെ ജസ്റ്റ് ഇവർ കാണുന്നുണ്ടായിരുന്നല്ലോ. ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ തിയോ തന്നെയാണ്. യെസ്, ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്ന് തിയോയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല, അയാൾ ഇവിടെ ട്രാപ്ഡ് ആണ്. പലപ്പോഴായി ഇവർക്ക് ഡ്രീംസിലൂടെയും വിഷൻസിലൂടെയൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത് തിയോയെ തന്നെയാണ്, തിയോയുടെ ഫ്യൂച്ചർ സെൽഫിനെയാണ്. അവിടുന്ന് കെട്ടിയാൽ ഇതുവരെ ഈ വീട് ശിക്ഷിച്ചിട്ടുള്ള ആളുകളുടെ ഫോട്ടോസൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. തെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വീട്ടിൽ വന്ന് പെട്ടുപോയിട്ടുണ്ട്, ട്രാപ്പ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ വീട് തന്നെ അവരെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവരെ ഇവിടെ ട്രാപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായി തിയോ ഇവിടെ പെട്ടുപോയി. ഇനി ഒരിക്കലും അയാൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. ആൻഡ് ഇനിയും ഇത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇതേ വീട് വീണ്ടും റെന്റിന് അവൈലബിൾ ആണെന്നും ഇന്റർനെറ്റിൽ കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വില്ലൻ അതിൽ കയറി കൊത്തും, അവരും ഈ വീട്ടിൽ വരും, ഇവിടെ താമസിക്കും. ഈ വീട് ആരെയാണോ ട്രാപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരെ വീട് ട്രാപ്പിലാക്കും, പിന്നെയും വീട് റെന്റിന് അവൈലബിൾ ആവും. അങ്ങനെ ഇതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത്രയുള്ള കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതാണ്. ഓരോരുത്തരുടെയും ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചേക്കണേ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ, എന്ത് തന്നെയാണെങ്കിലും പ്ലസ് ആൻഡ് മൈനസ് എല്ലാ കാര്യങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക.